ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സായിട്ട് പുതിയ ആൾക്കാർ കരിയറിലേക്ക് വരുമ്പം ബിജോയ്ക്ക് എന്താണ് അവർക്കൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ കരിയറിനെ കുറിച്ചൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത് എന്താണ്? റിയൽ എസ്റ്റേറ്റ് ആസ് എ കരിയർ ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഒരു ഫ്രം എ കരിയർ പോയിന്റ് ഓഫ് വ്യൂ, യു ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് എ ബിൽഡർ വെയറിൻ യു ആർ ഇൻവോൾവ് ഇൻ ദ സെയിൽസ് ഓഫ് വൺ പ്രോജക്റ്റ്, ഓർ എൽസ് യു ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് കസ്റ്റമർ. കാരണം ഒരു സെയിൽസ് ഒരു പോർഷൻ മാത്രമാണ്. ഒരു സെയിൽസിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടാണ് CRMൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. കാരണം അവർക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ കസ്റ്റമേഴ്സുമായിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സോ കസ്റ്റമൈസേഷൻസോ ആ ഒരു ഡിസ്കഷൻ സ്റ്റേജിൽ നമുക്ക് പലപ്പോഴും ഒരു ഫ്രീക്വൻസി ഓഫ് ഇൻട്രാക്ഷൻ വളരെ കൂടുതൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രോക്കേഴ്സ് സെഗ്മെൻറ്റോട്ട് അസോസിയേറ്റഡ് വേറെ ദേ വുഡ് ബി ക്യാൻവാസിങ് കസ്റ്റമേഴ്സ് ഫോർ മൾട്ടിപ്പിൾ ബിൽഡേഴ്സ്. സോ നമ്മൾ കേരളത്തിൽ ട്രെൻഡ് കണ്ടിരിക്കുന്നത് ദ സെഗ്മെൻറ്റ് ഓഫ് ഒരു ബ്രോക്കേഴ്സ് ഡ്രിവൺ അല്ലെങ്കിൽ ചാനൽ പാർട്ണർ ഡ്രിവൺ സെഗ്മെൻറ്റ് എന്നുള്ള അത് വളരെയധികം ഓർഗനൈസ്ഡായി. നേരത്തെ അത്ര ഓർഗനൈസ്ഡ് അല്ലായിരുന്നത്. ഇപ്പം കസ്റ്റമേഴ്സ് ആണെങ്കിലും ചിലർ സോ ദാറ്റ് ദേ ഗെറ്റ് മൾട്ടിപ്പിൾ ഇമ്പാർഷ്യൽ വ്യൂ ഓൺ പല പ്രോജക്ട്സിനെ കുറിച്ച്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ പ്ലേ ചെയ്യുന്ന അതേ റോള് തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് മിക്ക കസ്റ്റമേഴ്സിനും അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ അവരുടെ റോൾസും വളരെ റെലവൻ്റ് ആണ് ഇതിൽ.